സോളോ ട്രാവൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നിന്ന് ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിച്ചോട്ടോ എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് വന്നത്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. വണ്ടി എങ്ങാനും പാളിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറുകളാണ് കേട്ടോ. നമ്മുടെ റോഡിലെ പേരുകളല്ല, നമ്മുടെ നാട്ടിലൊക്കെ റോഡിൻ്റെ പേരുകളാണ് പറയുക. പക്ഷേ ഇവിടെയൊക്കെ റോഡ് നമ്പറുകളാണ്. നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊക്കെ പോവുക. നിസ്സാരമായിട്ടൊരു എന്താ പറയുക, ഒരു നിസ്സാര പഴുത് കിട്ടിയാൽ മതി, അപ്പം തെറ്റിപ്പോവും. കാരണം ഇപ്പോൾ ഫസ്റ്റ് റൈറ്റ് എടുക്കേണ്ടടുത്ത് നമുക്ക് ചിലപ്പോൾ സെക്കൻഡ് റൈറ്റ് ആയിരിക്കും മാപ്പ് കാണിച്ചു തരാം, അപ്പോൾ നരപ്പെട്ടു പോകും. സോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നോട്ടും മുഴുവൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പരമാവധി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി മുന്നോട്ട് പോകാനുള്ളത്. പിന്നെ എന്താ, ഞാനിപ്പോൾ ഉള്ള വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഇപ്പോൾ ലെപ്പോസിൻ ഇവിടെ ഞങ്ങൾ ലോഡ് ഇറക്കാൻ വേണ്ടി വന്ന കേട്ടോ. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എപ്പോഴാണെന്ന് അറിയില്ല. കമ്പനി നമുക്കൊരു റിപ്ലൈ കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ദിവസമില്ല. അപ്പോൾ അതുവരെ വെയിറ്റിംഗ് ആണ് ഞാൻ. സോ അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലൈഫിലേക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ സംഭവിച്ചതൊക്കെ വളരെ വളരെ എന്താ പറയുക ആകർഷകമാണ്. വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റിയതിൽ. അത് നമുക്ക് ഇവിടുത്തെ ഓരോ കാഴ്ചകളും അതേപോലെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ലൈഫിൽ ഒരിക്കലും തീരുമില്ല. കാരണം ഇത് തീരാത്തൊരു അധ്യായമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഇവിടുത്തെ വഴികളും അതുപോലെ തന്നെ ഓരോരോ ഇതൊക്കെ പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ലൈഫിൽ. അത് എന്താ പറയുക, എക്സ്പ്ലോർ തന്നെ ചെയ്യണം. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറക്കുന്ന പക്ഷിയെ പോലെയാണ് ഞങ്ങൾക്ക്. എന്നെപ്പോലുള്ള ഓരോ ഡ്രൈവർമാരും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. പറന്ന് ഇങ്ങനെ ഓരോരോ ചിറകളിലേക്ക് ഓരോരോ സ്ഥലങ്ങളിലേക്ക് കൂട് മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കൂട്ടത്തിൽ നമ്മുടെ കൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലോഡിങ്ങും അല്ലെങ്കിൽ അൺലോഡിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള യാത്രയാണ് ഇപ്പോൾ വളരെ രസമാട്ടോ. നമ്മുടെ പാഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളതിലേക്ക് കിടക്കുക, അതിന് മുന്നോട്ട് നീങ്ങുക. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം. ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ നമ്മൾ കുറേ പുസ്തകം വായിച്ചിരുന്നു അല്ലെങ്കിൽ കുറേ വീഡിയോസ് ചെയ്തിരുന്ന ഒരു കാര്യമില്ല. നമുക്ക് ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ലൈഫിൽ അനുഭവങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ ജീവിതം. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോഴും പരമാവധി കിട്ടുന്ന സമയം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. എക്സ്പ്ലോർ ചെയ്യുന്ന പറഞ്ഞാൽ അമ്മാതിരി എക്സ്പ്ലോറേഷൻ വേണം. കാരണം യാത്ര ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നൊന്നര യാത്ര ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുക. നമ്മൾ ജീവിതത്തിൽ ഞാനിപ്പോൾ ലൈഫിൽ ഇപ്പോൾ വണ്ടിയിൽ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നെപ്പോലുള്ള ഓരോ ഡ്രൈവർമാരുടെയും അവസ്ഥ എങ്ങനെയാണ്. പക്ഷേ അവരൊക്കെ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പണിയൊക്കെ ഉണ്ട്, എന്നാലും സംഭവം ഒന്നൊന്നര സംഭവം തന്നെയാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മഴയായിരുന്നു രാവിലെ തൊട്ടേ. ഇപ്പോൾ മഴയ്ക്കൊന്ന് ജസ്റ്റ് തോർന്നിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ളത് ഫ്രാൻസിലാണ് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനികാരൊക്കെ ഓപ്പണാണ് ഓൾറെഡി. നമ്മുടെ കമ്പനിയിൽ നിന്ന് മെസ്സേജ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഒരുപാട് നേരം കേട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡ് ഇറക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച കയറ്റി ലോഡാണ്, ഇറ്റലിയിൽ നിന്ന് കയറ്റി ലോഡാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രാൻസിലാണുള്ളത്. ഞാൻ മുമ്പ് ഫസ്റ്റ് പോയത് വേറൊരു കമ്പനിയിൽ 1 മണിക്കൂറത്തെ ഡിലേ മാത്രമേ ഉണ്ടായുള്ളൂ. ഓൺ ദ സ്പോട്ട് അവർ സസ്പെൻഡ് ചെയ്തു. 2 ദിവസം എന്നെ അവിടെ വണ്ടിയിട്ട് അവിടെ കിടത്തിച്ചു. അത് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ട് അവർ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ്, യുവർ ലോഡ് ഈസ് സസ്പെൻഡഡ്. അപ്പോൾ ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ യൂറോപ്പിൽ വന്നതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്നത്.
നമുക്ക് നമ്മുടെ ലോഡ് ഒരു കാരണവശാലും ഡിലേ ആവാനും പാടില്ല, എന്ന സമയത്ത് എത്തും വേണം. ചിലപ്പോൾ നമുക്ക് ലോഡിങ് സ്ഥലത്തു നിന്ന് ചിലപ്പോൾ ലേറ്റായിട്ടാവും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പരമാവധി ഓടി എത്താൻ ശ്രമിച്ചു, പക്ഷേ നിർഭാഗ്യവശാൽ എത്തിയില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ബ്ലോക്ക്, ആക്സിഡൻസുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ടാക്കോ ഗാർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ടാക്കോ ടൈം, ഡ്രൈവിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാനും. ടാക്കോ പൊട്ടാനും പാടില്ല, ടാക്കോ വയലേഷൻ വരാനും പാടില്ല, അതുപോലെ ഓവർ സ്പീഡ് ആവാനും പാടില്ല. കാരണം ഇതിനൊക്കെ ഇതിൻ്റെ ഇടകൂടെ നമുക്ക് പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ഫൈൻ കിട്ടും. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു കൊളീഗ് ഒരു ഫ്രണ്ടിന് ഡ്രൈവറിനെയാണ് പുള്ളിക്ക് യൂറോപ്പിൽ വെച്ചിട്ട് തന്നെ പോലീസ് പിടിച്ചു. അങ്ങനെ പുള്ളിക്ക് 430 യൂറോ ഫൈൻ കിട്ടിയെന്ന് പറഞ്ഞു. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് ഇപ്പോഴും. കാരണം എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഒരുപാട് ആഗ്രഹമുണ്ട് ഇങ്ങോട്ട് യൂറോപ്പിൽ വരണമെന്ന്. ഇപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെ യൂറോപ്പിൽ വരും ജോലിക്ക് വരാനൊക്കെ ആയിട്ട്. നമുക്ക് നല്ലൊരു ഏജൻസീനെ ആദ്യം കണ്ടുപിടിക്കുക, ഇതിട്ട് വരാം. കാരണം ഇപ്പോൾ ഒരുപാട് വിസ സ്കാമിങ് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. അതിലൊന്നും പോയി പെടരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എല്ലാവരോടും. കാരണം ഒരുപാട് വിസ സ്കാമിങ് നടക്കുന്നുണ്ട്. നല്ല ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ ഇപ്പോൾ നിലവിലിപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് വേറെ റിപ്ലൈ ഒന്നും വന്നില്ല കേട്ടോ തരാം. അപ്പോൾ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടിയാൽ നമുക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും നമുക്ക് മെസ്സേജ് വന്നു. അപ്പോൾ നമ്മുടെ ട്രെയിലർ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റിയിടാൻ പറഞ്ഞു കേട്ടോ, റാമ്പിലേക്ക്. അപ്പോൾ നമ്മൾ അതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ട്രെയിലർ. നമ്മളവിടെ പോയിട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വണ്ടി കൊണ്ട് ഇപ്പോൾ പുറത്ത് കൊണ്ടിട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് വണ്ടി കിടക്കാനുള്ള ഇതില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, പാർക്കിംഗ് ഇവിടെയാണ്.